സ്നേഹ ഹൗസ് ആണ്. ഓക്കെ, ഹൈക്കു എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതായത് ഹൈക്കു മനസ്സിലാക്കാൻ ഈ ഇത്രമാത്രം പഠിച്ചാൽ മതി. അതായത് നമ്മുടെ ഈ ഒരു രചനാക്കാർ ആരാണെന്ന് പഠിച്ചിട്ടുണ്ടാവണം, വിഷയം ഏതാണെന്നുള്ളത് പഠിച്ചിട്ടുണ്ടാവണം. വിഷയം മസ്റ്റ് ആണ്. ഇത്രയെങ്കിലും പഠിച്ചാൽ നമുക്ക് 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ നോക്കിക്കേ, ആദ്യത്തെ നമ്മുടെ ഹൈക്കു എന്ന് പറയുന്നത് സൂഖായാബാഡ് എന്ന് പറയുന്ന ആ സാധനമായിരുന്നു. ആ സൂഖായാബാഡ് എന്ന് പറയുന്ന ആ ഒരു ഹൈക്കു എഴുതിയിട്ടുള്ളത് നമ്മുടെ സുരംഗമ യാദവ് ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. സുഖ സുരംഗമ യാദവ്, സൂസു എന്നെങ്കിലും ആലോചിച്ച് വെക്കാട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ആ ഒരു സാധനം നമ്മുടെ ഹൈക്കുവിന്റെ വിഷയം എന്ന് പറയുന്നത് എന്തായിരുന്നു? സാമാജിക് അസമാനതയാണ്. സാമാജിക് എന്ന് വെച്ചാൽ എന്താണ്? സൊസൈറ്റിയിലുള്ള നമ്മുടെ സമൂഹത്തിലുള്ള അസമാനത, ഇൻഇക്വാലിറ്റി, ഇക്വാലിറ്റി ഇല്ലായ്മ, നമ്മുടെ സമത്വം ഇല്ലായ്മ, അതൊക്കെയാണ് അർത്ഥം അല്ലെ. സാമാജിക് അസമാനത എന്നുള്ള കാര്യം ആലോചിക്കുക. 1 മാർക്കിനൊക്കെ ഇത് വരാൻ ചാൻസ് ഉണ്ട്. ഇനി രണ്ടാമത് നമ്മുടെ ഹൈക്കു എന്ന് പറയുന്ന പിതാനി ഡൂണ്ടിലാഡിയാം എന്ന് പറയുന്ന ബുഡാപ്പേക്കി എന്ന് പറയുന്ന ഒരു ഹൈക്കു ആയിരുന്നു. അത് എഴുതിയിട്ടുള്ളത് ഗോപാൽ ബാബു ശർമ്മയാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇതിൽ പറയുന്ന വിഷയം ബേസഹാര ബുഡാപ്പ അല്ലെ. ബേസഹാര എന്നാണ് സഹാരയില്ലാത്ത, ആശ്രയമില്ലാത്ത അവസ്ഥയ്ക്കാണ് നമ്മൾ ബേസഹാര എന്ന് പറയുന്നത്. ബുഡാപ്പ എന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാം വാർദ്ധക്യമാണ്. ആശ്രയമില്ലാത്ത വാർദ്ധക്യത്തിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു കവിത നമ്മുടെ ഹൈക്കു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഭാഗവും എൻ്റെ മക്കളെ എന്തായാലും സൂപ്പറായിട്ട് പഠിച്ചു വെച്ചോളാം. ലാസ്റ്റത്തെ നമ്മുടെ ഹൈക്കു ആയിരുന്നു ബുദ്ധിമുട്ടിച്ച ആള്. എന്തായിരുന്നു? ഡൂണ്ടത്തി രഹി ബർഫീലി നഗരി മേനി കി ആഞ്ച എന്ന് പറയുന്ന ഒരു ഇതായിരുന്നു. അത് കമല നിഖുർപ്പയാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ള കാര്യം ആലോചിക്കുക. അതേപോലെ സമാജ് മേ പ്യാർ കാ അഭാവ്, നമ്മുടെ സമൂഹത്തിൽ സ്നേഹം ഇല്ലാത്ത അവസ്ഥ, പ്യാർ ഇല്ലാത്ത അവസ്ഥ, അതിനെ കുറിച്ചിട്ടായിരുന്നു ആ ലാസ്റ്റത്തെ നമ്മുടെ ഹൈക്കു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ മക്കളെ. രചനാകാരൻ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം, വിഷയവും എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. ഇനി അഥവാ 2 മാർക്കിനൊക്കെ ഹൈക്കുവിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിലും ഇതിൽ എന്തെങ്കിലുമൊക്കെ കാര്യം വെച്ച് എഴുതിയാലും മക്കൾക്ക് 1 മാർക്കെങ്കിലും കിട്ടും. അതുകൊണ്ട് ഇത് മസ്റ്റ് ആണ്. ഇത് പഠിച്ചിട്ട് നമ്മുടെ എക്സാമിന് പോയിക്കോളാം. ടാറ്റാ, ബൈ ബൈ.